നാടിനെ നടുക്കിയ മറ്റൊരു കേസിന്റെ വിധിയും ഇന്നെത്തുകയാണ്. കൊൽക്കത്തയിലെ ആർജിക്കർ ബലാത്സംഗ കൊലപാതക കേസിൽ കോടതി വിധി ഉടനുണ്ടാകും. പ്രതി സഞ്ജയ് റോയിയെ സിയാൽദാ കോടതിയിൽ എത്തിച്ചു. കോടതിക്ക് മുന്നിൽ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. വിനീത വിജിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ആദ്യം 2 മണിക്കാകും വിധി പ്രസ്താവം എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ കൂടുതൽ? സ്മിത, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഈ വിധി കേൾക്കുന്നതിനായി ഈ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതി സഞ്ജയ് റോയിനെയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ കേസിന്റെ വിധി പ്രസ്താവന അടക്കം കേൾക്കുന്നതിനായി ഈ ഇരയുടെ മാതാപിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും അവർ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആ കോടതി പരിസരത്തൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ കോടതി പറഞ്ഞത് ഒരുപക്ഷെ ഈ പ്രതിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ അല്ലെങ്കിൽ തരത്തിൽ തന്നെ നൽകണമെന്ന തരത്തിലായിരുന്നു ആ വിധി. അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയായിരുന്നു കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത്. ഈ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം ഉൾപ്പെടെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയിരുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ കോടതിക്ക് ലഭ്യമായിട്ടുണ്ടെന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്ന വേളയിലൊക്കെ തന്നെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ പ്രതിക്ക് നൽകാവുന്നത് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സിയാൽദാ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ജഡ്ജി അനിർബാ ദാസിൻ്റെതായിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ഒരൊറ്റ പ്രതി മാത്രമാണ് ഈ കേസിലുള്ളത്. 128 സാക്ഷികൾ ഇതിനോടകം തന്നെ വിസ്തരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. നമുക്കറിയാവുന്ന പോലെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവും ഒക്കെയായി ബന്ധപ്പെട്ട ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിനാണ് ഈ ഡോക്ടർ ഇരയായതെന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് അടക്കം പറയുന്നത്. ഈ ബലാത്സംഗത്തിന് ശേഷമാണ് പിന്നീട് കൊലപാതകം നടന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഉയർന്നു വന്നത്. ഇപ്പോൾ ഇതാ മമതാ ബാനർജിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ഉറപ്പാക്കണമെന്നുള്ളത് തന്നെയാണ്. ഈ ശിക്ഷ ഇന്ന് പുറപ്പെടുവിക്കും കോടതി എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് മമതാ ബാനർജി വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിന്റെ അന്വേഷണവുമൊക്കെയായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ സർക്കാരിനെതിരെയൊക്കെ വലിയ രീതിയിലേക്കുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ അതിജീവിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നു എന്നൊക്കെയാണ് മമതാ ബാനർജി പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്നുള്ള ചില ആരോപണങ്ങൾ വരുന്നു. പിന്നീട് CBIക്ക് ഈ കേസ് മാറുന്ന ഒരു പശ്ചാത്തലം അടക്കം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴിത് ഒരൊറ്റ പ്രതി മാത്രമാണ് ഉള്ളത്. പക്ഷേ അതേസമയം കഴിഞ്ഞ പ്രാവശ്യവും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ അന്ന് കോടതി മുമ്പാകെ പ്രതി പറഞ്ഞത് മറ്റ് ചില ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥനടക്കം ഇതിൽ പങ്കുണ്ടെന്നും മറ്റ് പ്രതികളുണ്ടെന്നും അത്തരത്തിലേക്ക് അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം പ്രതി കോടതിയിലേക്കൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും അത് ഹാജരാക്കാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണമില്ലാതെ തന്നെ പ്രതി ചേർക്കുകയായിരുന്നുവെന്നാണ് പ്രതി പറഞ്ഞിട്ടുള്ളത്. തന്നെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടി പ്രതി പറഞ്ഞിട്ടുണ്ട്. പേപ്പറുകളിൽ ഒപ്പിടാൻ തന്നെ നിർബന്ധിച്ചു എന്നും ഈ പ്രതി സഞ്ജയ് റോയ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.